ഹലോ, എന്താണ് എല്ലാവരും വിവരം? സുഖമല്ലേ മക്കളെ? അപ്പം ഇന്ന് നല്ല നെയ്ച്ചോറും ചിക്കൻ ടിക്കും കൂട്ടിയിട്ടുണ്ടാക്കിയാലാ എങ്ങനെ ഉണ്ടാവും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിജയിച്ചാലാ? ഈ ഉള്ളി പറഞ്ഞ ടൈമിലും എന്നും കരച്ചിലും പിരിച്ചിലൊക്കെ എന്താ അറിയില്ല. പെയിഞ്ഞാൽ കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടാക്കണേ. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് പിന്നെ വെള്ളം തിളച്ച ടൈമിൽ അതിക്ക് സവോളും വേപ്പിൻ്റെലും പിന്നെ ഗരം മസാല അങ്ങനത്തൊക്കെ ഇട്ടിട്ട് ആണ്ട് തിളപ്പിച്ച് പിന്നെ കഴിഞ്ഞിട്ട് ചിക്കൻ്റെ മസാല വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള മസാല ഇട്ട് ഉണ്ടാക്കണം. വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ പേസ്റ്റ് ആക്കുക. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളും മാത്രമേ നമ്മൾ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാ. എന്നും ചിക്കൻ കഴുകിയിട്ട് വെക്കുമ്പോൾ നമ്മളെ ലാലേട്ടൻ്റെ പഴയ ഫിലിമത്തെ ഡയലോഗ് നമുക്ക് ഓർമ്മ വരും. കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കനെ കൊലത്തിലാക്കിയിട്ട് മസാല ഒക്കെ നന്നായി ലൂസാക്കിയിട്ട് ചിക്കനാണ്ട് പിടിപ്പിക്കുക. ഒരു 15-20 മിനിറ്റ് ഇട്ടാ. അപ്പത്തിന് മസാല ഒക്കെ ഏകദേശം പിടിച്ചതിന് ശേഷം ദോശയുടെ ചട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെറിയ തീക്ക് വെക്കണം. അതിൽ ഒരു പൊടിക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ചേർക്കുക. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ബാക്കി വന്ന മസാല ഒന്ന് ഇടുക. എന്നിട്ട് നന്നായി ആവി പുറത്ത് പോകാത്ത ലെവലിൽ മൂടി വെക്കുക. ചെറിയ തീക്ക് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കേ. പിന്നെ അതിൻ്റെ മേലെ ഇത്തിരി മല്ലിച്ചപ്പും പുതിനയും ഒക്കെ ഒന്ന് ഇട്ട് ഒന്ന് ഭംഗി കൂട്ടണേ. ഒരു 20 മിനിറ്റ് ഏറിയ നമ്മളെ നെയ്ച്ചോറും ടിക്കും റെഡി.